CPIM സംസ്ഥാന സമ്മേളനത്തിന് പ്രതിനിധികൾക്കുള്ള ഭക്ഷണത്തിന് ആവശ്യമായ അരിക്കുള്ള നെൽകൃഷി അത് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അങ്ങനെ ഒരു നെൽകൃഷി അവിടെ നടക്കുകയാണ്. അതിൻ്റെ അവസാന വട്ടമാണ്. കൊയ്ത്തിലേക്കൊക്കെ പോകാൻ പോകുന്നു എന്നാണ് ഈ അവസാന ലാപ്പ് എന്നൊക്കെ പറയുമ്പോൾ അതിനർത്ഥം കൃഷി വാക്കുകളല്ല. അത് കൃഷി എന്താ പറയുക, കൊയ്ത്തിലേക്ക് പോകാൻ പോകും നെൽകൃഷിയല്ലേ. അപ്പോൾ രാജ്കുമാർ പറയട്ടെ കാര്യങ്ങൾ അല്ലേ. കൊല്ലത്ത് കൊറ്റങ്കരയിലാണ് ഈ സംഭവം, അല്ലെങ്കിൽ അവിടെയാണ് ഈ നെൽപ്പാടം. ആ പാടത്താണ് ഇപ്പോൾ ഉള്ളത് നമ്മുടെ രാജ്കുമാറിൽ നിന്ന് തന്നെ അവിടുത്തെ ആ കൃഷിയും കാര്യങ്ങളും ഒക്കെ ഒന്ന് അറിയാൻ ശ്രമിക്കാം. രാജ്കുമാർ അവിടെ ഉണ്ട്. രാജ്കുമാർ, ഇത് കുറെ ആളുകളും പാട്ടും ബഹളവും ഒക്കെ ഉണ്ടല്ലോ, എന്താണ് സംഭവം? അതെ 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 അല്ല, ഈ ലാപ്പ് എന്നുള്ള പദം ഉപയോഗിച്ചത് നിങ്ങൾ സ്പോർട്സിലാണല്ലോ നിർത്തിയത്. അപ്പൊ അതിൽ നിന്ന് തന്നെ ഒരു ഫ്ലേവർ കൊടുത്ത്, ഒരു ബ്ലെൻഡ് കൊടുത്ത് കയറാന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു ഇൻട്രോ. നമ്മുടെ ഭാഗത്തും തെറ്റുണ്ട്. അതായത് കൊറ്റങ്കര, നമ്മുടെ കൊല്ലത്തെ ചെറിയൊരു നെല്ലറയുടെ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണ് കൊറ്റങ്കര പഞ്ചായത്ത്. ആ കൊറ്റങ്കര പഞ്ചായത്തിലെ മാമ്പുഴ ഏല ഏതാണ്ട് ഹെക്ടർ കണക്കിന് ഭൂമിയുണ്ട്. അതിലിപ്പോൾ ഒരു 60-70% കൃഷിയിലേക്ക് മടങ്ങി വരികയാണ്. ഈ ഭൂമി തിരഞ്ഞെടുത്തു. അതായത് സംസ്ഥാന സമ്മേളനത്തിന് വരുന്ന പ്രതിനിധികൾ, ആ പ്രതിനിധികൾക്ക് ആവശ്യമായ ഭക്ഷണം ഒരുക്കുന്നതിനാണ് ഈ ഭൂമി തിരഞ്ഞെടുത്തതും. അവിടെ ഇപ്പോൾ നെൽകൃഷി നടക്കുന്നുണ്ട്. ശൂരനാട് പഞ്ചായത്തിൽ ശൂരനാട് വിപ്ലവം നടന്നിട്ടുള്ള ആ പഞ്ചായത്തിൽ പച്ചക്കറി കൃഷിയും ആരംഭിച്ചിട്ടുണ്ട്. അതിനി വരും ദിവസങ്ങളിൽ നമുക്ക് അതുകൂടി പ്രേക്ഷകരിൽ എത്തിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്കിത് കാണാം. അതായത് ഈ പ്രത്യേകിച്ച് കർഷകരും കലാകാരന്മാരും ഇല്ലെങ്കിൽ ഇടതുപക്ഷം ഇല്ല, CPIM ഒട്ടുമില്ല. അപ്പം ആ ഒരു അടിസ്ഥാന വർഗം, ആ കർഷകരും കലാകാരന്മാരും ഇപ്പോൾ ഒന്നിച്ചിരിക്കുകയാണ്. ഇവരെല്ലാ ദിവസങ്ങളിലും ഈ പാടത്ത് വരുന്നുണ്ട്, ഇങ്ങനെ പാട്ട് പാടുന്നുണ്ട്. ഇവിടെ ഓരോ നെൽക്കതിരിനും ആ ഈണം ശരിക്കും അവരുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ട്. ഇപ്പം നാടൻ പാട്ട് അനിലാലും പ്രദീപുമാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ഈ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ്. പഠിക്കല കണ്ടം കൊയ്യണ നേരം കൊറ്റങ്കരയിലേ, പഠിക്കല തമ്പ്രാൻ കൊയ്ത്ത് കാണാൻ പോരുന്നുണ്ട്. നീലിപ്പെണ്ണെ നീ എങ്ങോട്ട്, കന്നിക്കൊയ്ത്തിന് പോവുകയാണ്. ഇങ്ങനെ പാട്ടൊക്കെ പാടിയിട്ടാണ് ഇതൊക്കെ ഇവർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് സംഘാടകർ ഇവിടെയുണ്ട്. ആ സംഘാടകർ ബാക്കി വിവരങ്ങൾ പറയും. ഇത് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ കൃഷിയുടെ കാര്യങ്ങളൊക്കെ എന്ന് തുടങ്ങി, അതൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. നവംബർ മാസം 12-ാം തീയതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി സഖാവ് KN ബാലഗോപാൽ ഒന്ന് ഉദ്ഘാടനം ചെയ്താണ് ഇവിടെ ഈ കൃഷി ആരംഭിക്കുന്നത്. കൃഷി ആരംഭിക്കാൻ ഞങ്ങൾക്ക് പ്രചോദനമായി വന്നത് CPIMൻ്റെ സംസ്ഥാന സമ്മേളനമാണ്. CPIMൻ്റെ സംസ്ഥാന സമ്മേളനത്തിന് സംസ്ഥാനത്തെ 14 ജില്ലകളിൽ നിന്നും എത്തുന്ന പ്രതിനിധികൾക്ക് നല്ല ഒന്നാന്തരം നാടനരി ചോറ് കൊടുക്കണമെന്നുള്ള KSKTUവിൻ്റെ തീരുമാനപ്രകാരമാണ് KSKTU കുണ്ട്ര ഏരിയ കമ്മിറ്റിയും കേരളപുര ലോക്കൽ കമ്മിറ്റിയുടെ മുൻകൈയെടുത്ത് കൃഷി ആരംഭിക്കുന്നത്. ഇത് കൊറ്റങ്കരയാണ്. ഈ ഏല കൊറ്റങ്കര പഞ്ചായത്തിലെ മാമ്പുഴ ഏലയാണ്. ഇത് കൊല്ലം ജില്ലയിൽ തന്നെ പഴയൊരു നെല്ലറയായിരുന്നു. ഇവിടെ വലിയ മരോടി മത്സരം ഉൾപ്പെടെയുള്ള വലിയ മാമാങ്കങ്ങൾ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള മണ്ണാണിത്. ഈ മണ്ണിൽ കുറച്ച് നാളായി കൃഷിക്കൊരു അപജയം സംഭവിച്ചിരുന്നു. എന്നാൽ ഈ ഞങ്ങളുടെ ഒരു ഇടപെടിയിൽ ഒരു പുത്തൻ ഉണർവ് കൃഷിക്ക് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഏലയിലെ 24 ഹെക്ടർ ഭൂമിയിലും നന്നായി കൃഷി വന്നിട്ടുണ്ട്. അതിനകത്ത് മാമ്പുഴ ക്ഷേത്രക്കാർ കൃഷി ചെയ്യുന്നുണ്ട്, TKM സ്കൂളുകാർ കൃഷി ചെയ്യുന്നുണ്ട്, വിവിധ സംഘടനകളെല്ലാം ചെയ്യുന്നുണ്ട്, AKG നവോദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് കൃഷി ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ പുത്തൻ ഉണർവ് വന്നപ്പോൾ ഈ പരിസരത്തുള്ള കിണറുകളിലെല്ലാം ഓരുവെള്ളമായിരുന്നു കഴിഞ്ഞ 2 വർഷം വരെ. ഇപ്പോൾ അത് മാറി നല്ല ശുദ്ധജലം ലഭിക്കുന്ന ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. അതിനൊക്കെ ഈ ഗ്രാമങ്ങളിലേക്ക് തത്തകൾ ധാരാളം ഈ നെല്ല് കൊത്തിയെടുക്കുന്നതിന് വേണ്ടി വരുന്ന ഒരു അനുഭവം ഉണ്ടായി. അങ്ങനെ പഴയ ആ ജൈവ വൈവിധ്യത്തിൻ്റെതായ പ്രതാപം വീണ്ടെടുക്കുവാൻ ഈ കൃഷിയിലൂടെ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ കൊറ്റങ്കരയെന്ന് പേര് കിട്ടുന്നത് തന്നെ കൊറ്റുള്ള കര എന്ന നിലയാണ്. പണ്ട് വിരുന്നുകാരെല്ലാം വന്നാൽ ഇഷ്ടം പോലെ ഭക്ഷണം കൊടുക്കുന്ന നാടായിരുന്നു ഇത്. കൊറ്റുള്ള കരയാണ് എന്നുള്ളത് കൊണ്ടാണ് കൊറ്റങ്കര എന്ന് പേര് തന്നെ ലഭിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ എത്ര കിട്ടും? ഇതിൻ്റെ ഒരു വിളവിൽ ടോട്ടൽ ക്വാണ്ടിറ്റി എത്ര വരും? ഇതൊക്കെ മതിയാവുമോ? നമുക്ക് 5 ദിവസത്തേക്കാണ് സമ്മേളനത്തിന് ആവശ്യമായിട്ടുള്ള അരി കൊടുക്കേണ്ടത്. ആവശ്യത്തിന് എനിക്ക് ഒരു 10-15 ദിവസത്തേക്ക് കൊടുക്കാനുള്ള ഫുഡുണ്ട്. അതിനുള്ള നെല്ല് നമുക്ക് കിട്ടും. നമ്മൾ 30 വർഷത്തിന് ശേഷം സമ്മേളനം കൊല്ലത്ത് നടക്കുമ്പോൾ അങ്ങേറ്റ ആവേശത്തിലാണ് ഇവിടുത്തെ സഹാക്കളും പ്രവർത്തകരും. ഇത് ഉമ അരിയല്ലേ? ഉമ ഇനത്തിൽപ്പെട്ട അരിയാണ് ഉമ. ശരത്ത് അന്യ കൊള്ളാം, വളരെ സന്തോഷം. കാരണം നാടിൻ്റെ മാറ്റത്തെക്കുറിച്ച് അവർ പറയുന്നതിൽ നിന്ന് അതിൻ്റെ ഒരു ഊർജ്ജം രാവിലെ കിട്ടുന്നുണ്ട്. ഈ കൃഷി ആ നിലയിൽ അവർക്ക് ആവേശകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയട്ടെ, കൊണ്ടുപോകും എന്നുള്ള അവരുടെ ഒരു മനോഭാവവും ഇച്ഛാശക്തിയുമാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്, അല്ലേ? അതെ, പാട്ടും കൂട്ടും ഒക്കെ ആയിട്ട് രാവിലെ നല്ല രസമായി അല്ലേ?
അതെ, രാജ്കുമാർ കളറാക്കി. അതെ, രാജ്കുമാറിനും കൂടെ പാടാമായിരുന്നു. അടുത്ത തവണ അവസരം കൊടുക്കാം അല്ലേ? ശരി, ഇപ്പോൾ ഏതായാലും രക്ഷപ്പെട്ടു. ഏതായാലും അതിലൊരു പ്രത്യേകതയുണ്ട്. ഒരു പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം, CPM-ന്റെ സംസ്ഥാന സമ്മേളനം നടക്കുന്നു, അവിടേക്ക് പ്രതിനിധികൾ വരുന്നു, അവർക്ക് വേണ്ടിയിട്ടുള്ള, അവർക്ക് ആഹാരത്തിന് വേണ്ടിയിട്ടുള്ള അരി നെൽകൃഷി ചെയ്ത് എടുത്ത് അവിടെ, അതിലൊരു വളരെ വലിയൊരു വളരെ പോസിറ്റീവായ ഒരു കാര്യമുണ്ട്. ആ പ്രദേശത്തേക്ക് കൃഷി തിരിച്ചു വന്നതിൻ്റെ ഒരു വലിയ സന്തോഷം അവരുടെ മുഖത്തുണ്ട്, അവരുടെ ഒരു സംസാരത്തിലുണ്ട്. അതും വലിയൊരു സന്തോഷം പകർന്ന കാര്യമാണ്. രാവിലത്തെ നല്ലൊരു കാഴ്ചയായിരുന്നു.